നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി അവർ അവബോധരല്ല. സൈക്ലോൺസ് ഒക്കെ ഓഫൺ ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്ങനെയാണ് ഒരു സൈക്ലോൺ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് റെയിൻഫോൾ ഉണ്ടാവുന്നത്, പലപ്പോഴും പാരൻസിന് കുട്ടികൾക്ക് വേണ്ട കൺസിഡറേഷനോ കുട്ടികളെ ഈ ഒരു എക്സാമിനേഷൻ മോഡിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്രയത്നമോ പാരൻസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഡിയർ പാരൻസ്, ഗാലന്റ് IAS കുട്ടികൾക്കായി ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഒന്ന്, സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ ഉള്ള ഒരു പ്രിപ്പറേഷൻ വളരെ അനിവാര്യമാണ്. രണ്ട്, പഠനങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ those who have started their preparation early has cracked this examination in the first attempt. മൂന്ന്, നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന സബ്ജക്ട്സ് സ്കൂൾ കലാലയങ്ങളിൽ അധികം ഫോക്കസ് കൊടുക്കാതെ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ആയ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് എന്നീ വിഷയങ്ങളാണ് സിവിൽ സർവീസ് സിലബസിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ സിലബസിൽ വരുന്ന ടോപ്പിക്സ് ഏർലി സ്റ്റേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അതും 21-ാം വയസ്സിൽ. അപ്പോൾ നിങ്ങളുടെ കുട്ടി 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ 11-ാം ക്ലാസ്സിലോ 12-ാം ക്ലാസ്സിലോ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കുന്നതാണ്. അതിനാൽ നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്താണ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി കോംപ്രഹെൻസീവായ, വളരെ സിലബസിൽ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ സബ്ജക്ട്സിനെയും കോംപ്രഹെൻസീവായി കവർ ചെയ്യുന്ന ഒരു പാറ്റേൺ, ഒരു പ്ലാൻ ആണ് നമ്മളിവിടെ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ഇത് എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാത്രമല്ല, UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടി മാത്രമല്ല ഇത് നിങ്ങളുടെ കുട്ടികളെ സഹായിക്കുക. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി അവർ അവബോധരല്ല. പൊളിറ്റി എന്നൊരു ടേം മാത്രമായിരിക്കും അവർ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ പൊളിറ്റിയിൽ റീസെൻ്റായി ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, പ്രിയാമ്പിൾ എന്താണ്, ഇതിനെ പറ്റിയൊന്നും അവർ അവബോധരല്ല. ജോഗ്രഫി സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ സൈക്ലോൺസ് ഒക്കെ ഓഫൺ ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്ങനെയാണ് ഒരു സൈക്ലോൺ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് റെയിൻഫോൾ ഉണ്ടാവുന്നത്, ഇതിനെ പറ്റിയൊന്നും അവർ അവബോധരല്ല. കമ്മിങ് ടു എക്കണോമിക്സ്, ഇൻഫ്ലേഷൻ, നമ്മുടെ എക്കണോമിക് സിസ്റ്റം എന്താണ് ഒരു മിക്സഡ് എക്കോണമി, ഇതെല്ലാം അവർ കാഷ്വലായി പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മാത്സ്, CSAT, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ് എന്നീ സബ്ജക്റ്റുകൾക്കും UPSC ഊന്നൽ നൽകുന്നുണ്ട്. ആ സബ്ജക്റ്റുകളും നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദെൻ പല കുട്ടികളും ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല. ന്യൂസ് പേപ്പർ വായിക്കുന്നത് മാത്രമല്ല, സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ച് അവെയറുമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നാഷണൽ ഇവൻറ്റ്സ് എന്താണ്, ഇന്റർനാഷണൽ ഇവൻറ്റ്സ് എന്താണ്, ഇതിനെപ്പറ്റിയൊന്നും അവർ അവബോധരല്ല. ഇതെല്ലാം നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ അത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി മാത്രമല്ല, ഏതൊരു എക്സാമിനേഷന് വേണ്ടിയാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ കൂടി GD പോലുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയുള്ള സ്റ്റേജുകളിൽ ഇങ്ങനെയുള്ള ഡിബേറ്റ്സും ഡിസ്കഷൻസും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയി നടക്കാറുണ്ട്. ബട്ട് അത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പരിചിതമായ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി മാത്രമേ അവർ അവെയർ ആയിട്ടുള്ളൂ. ബട്ട് ഇത് മാത്രമല്ല, സിവിൽ സർവീസിൽ ഉൾപ്പെടുന്ന ഒരു 26ഓളം വരുന്ന IAS, IPS, IRS, കസ്റ്റം സർവീസ്, ഡിഫൻസ് സർവീസ്, ഇങ്ങനെ നീളുന്ന ഒരു 10-26 സബ്ജക്ട്സുകളെ പറ്റി അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അവർ അവെയർ അല്ല. ഇതെല്ലാം പരിചയപ്പെടുത്തുക മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിക്കുന്നത്. അതുമാത്രമല്ല, ഒരു സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസനെ വാർത്തെടുക്കുക എന്നതും നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഈ സബ്ജക്റ്റുകൾ പരിചിതമാകുന്നതും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി, കൾച്ചർ, ഹിസ്റ്ററി ഇതിനെപ്പറ്റിയെല്ലാം അവബോധരാവേണ്ടതും വളരെ അനിവാര്യമാണ്. എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി, എന്തുകൊണ്ടാണ് വേൾഡ് വാർ 1 and 2 സംഭവിച്ചത്, ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ ചരിത്രം അവർക്കറിയില്ല. ഗാന്ധിജി എന്നൊരു പേഴ്സണാലിറ്റി അവർ കേട്ടിട്ടുണ്ടാവും.
ഗാന്ധിജി എന്ന് വിളിക്കുന്നത് മാത്രമല്ലാതെ ഗാന്ധിജി എന്തായിരുന്നു, ഗാന്ധിജി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ചെയ്ത മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഇതിനെപ്പറ്റിയൊന്നും നമ്മുടെ കുട്ടികൾ അവെയർ അല്ല. ഈവൻ നമ്മൾ പോലും അവെയർ അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാരൻസിന് കുട്ടികൾക്ക് വേണ്ട കൺസിഡറേഷനോ കുട്ടികളെ ഈ ഒരു എക്സാമിനേഷൻ മോഡിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്രയത്നമോ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസനെ വാർത്തെടുക്കുക എന്നുള്ളത് ഈ ഒരു എക്സാമിനേഷന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് തന്നെ ഭാവിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അതിനാൽ തന്നെ ഈ ഒരു എക്സാമിനേഷൻ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അവരെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതിലുപരി അവരെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസണായി വാർത്തെടുക്കാൻ നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കുന്നതാണ്. അവർ ആയി തീരുകയും ചെയ്യും. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഗാലന്റ് IAS ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റഡി പ്ലാൻ വളരെ കസ്റ്റമൈസ്ഡ് ആണ്. ന്യൂസ് പേപ്പർ അനാലിസിസ്, പൊളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സിന് സെപ്പറേറ്റ് സെഷൻസ്, ദെൻ ഈ പറഞ്ഞതുപോലെ സൊസൈറ്റി പോലുള്ള ഓഫ് ബീറ്റ് സബ്ജക്ട്സുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അവർക്കൊരു കോംപ്രഹെൻസീവ് കവറേജ് ഓഫ് സിലബസ് നമ്മൾ എൻഷുർ ചെയ്യുകയാണ്. അതുമാത്രമല്ല, അവരുടെ സ്കൂൾ കരിക്കുലവുമായി മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴുള്ള എക്സാമിനേഷൻ, അത് 8th സ്റ്റാൻഡേർഡ്, 9th സ്റ്റാൻഡേർഡ്, 10th സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, അതിലും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് UPSC പ്രിപ്പറേഷൻ പ്രിഫർ ചെയ്യുന്നത് NCERT-കളാണ്. NCERT-കൾ ഈസ് കൺസിഡേർഡ് ടു ബി മോസ്റ്റ് ഓഫ് ദി ഒതന്റിക് ബുക്സ് ഫോർ UPSC സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. NCERT സിലബസ് തന്നെയാണ് പല CBSE സ്കൂൾസിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈവൻ ICSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, ഈ സബ്ജക്ട്സ് പഠിക്കുന്നതിലൂടെ അവരുടെ നോർമൽ കരിക്കുലം കൂടി നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അവർ 10ാം ക്ലാസ് എഴുതുകയാണെങ്കിലും +2 എഴുതുകയാണെങ്കിലും നല്ലൊരു മാർക്സ് അവർക്ക് കിട്ടാനായിട്ട്, ഒരു A+ സാധിക്കാൻ കിട്ടാനായി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏതൊരു എക്സാമും, ഏതൊരു ഗവൺമെൻറ് എക്സാംസും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ കൂടി എനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അറ്റ് ആൻ ഏർലിയർ സ്റ്റേജ് അവർ ക്രാക്ക് ചെയ്യാനും അവരെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസണായി വാർത്തെടുക്കാനും നമ്മൾ ഗാലന്റ് IAS-ലൂടെ ശ്രമിക്കുന്നതാണ്. അതാണ് ഗാലന്റ് IAS-ൻ്റെ ഉദ്ദേശ്യവും. ഇനി ഇത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് വളരെ പ്രോമിനൻ്റ് ആണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻസും കാര്യങ്ങളും, ബാക്കി സബ്ജക്ട്സിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും. ഇത് മാത്രമല്ല, സോഫ്റ്റ് സ്കിൽസ്, പല കുട്ടികളും സ്റ്റേജ് ഫിയർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓപ്പണായി സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു സ്റ്റേജ് കണ്ടാൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ബ്ലാങ്ക് ആവുക, ഫിയർ ഉണ്ടാവുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പല കുട്ടികളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു ഡിബേറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എ മിനിറ്റ് സെഷൻ കൊടുക്കുകയാണെങ്കിലോ ഒന്നും അവർക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാറില്ല. ഇതിന് കാരണം എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്ന കുറച്ച് കുറവുകളാണ്. നമ്മൾ കുട്ടികളെ ചോദ്യം ചെയ്യാനല്ല പഠിപ്പിക്കുന്നത്, സ്പൂൺ ഫീഡിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അവരെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയെന്നല്ലേ? നമ്മൾ ഓരോ സെഷൻസും കണ്ടക്ട് ചെയ്തതിന് ശേഷം ഡിബേറ്റ്, ക്വിസസ്, എലക്ട്യൂഷൻ, എക്സ്റ്റംബോർ പോലെയുള്ള പല കുഞ്ഞു കുഞ്ഞു കോമ്പറ്റീഷൻ ഐറ്റംസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ പറയുന്ന ഫിയേഴ്സും കാര്യങ്ങളും എല്ലാം മാറാൻ സഹായകമാവുകയും ചെയ്യും. ഇതൊക്കെയാണ് ഗാലന്റ് IAS പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സസ് ഓൺലൈൻ രൂപേണ ആയിരിക്കും. പാരൻസിനും ക്ലാസ്സസ് കുട്ടികളോടൊപ്പം അറ്റൻഡ് ചെയ്യാം. ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. സോ ദാറ്റ് സൂം സെഷൻസിൽ ഇടയ്ക്ക് സെഷൻസ് ഉണ്ടാവും. ഈവൻ പാരൻസിനും സെഷൻസ് ഉണ്ടാവും. സോ ദാറ്റ് യു ക്യാൻ ഓൾസോ ജോയിൻ അസ്. സോ നമുക്ക് ഒരുമിച്ച് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാം. താങ്ക് യു.